ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ വലിയ ഒരു ദുരന്ത മുഖത്താണ് നിൽക്കുന്നത്. അപ്രതീക്ഷിതമായി രാവിലെ ഒരുപാട് പ്ലാനിങ്ങുകളോടുകൂടി നമ്മളൊക്കെ രാത്രി കിടന്നുറങ്ങുന്നത് രാവിലെ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുടെ നീണ്ട നിരയുമായിട്ടാണ്. അതുപോലെ കിടന്നുറങ്ങിയിരുന്ന പല ആളുകളും ഇന്ന് മൃതശരീരമായി പല നദികളിലൂടെ പുഴകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വേദനയിൽ പങ്കുചേരാം. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ, കൺമുമ്പിൽ വേണ്ടപ്പെട്ടവരുടെ ജീവനുകൾ നഷ്ടപ്പെട്ടത് കണ്ടുകൊണ്ടിരിക്കാൻ മാത്രം സാധിക്കുന്ന നിസ്സഹായരായ ഒരുപാട് ജനങ്ങൾക്ക് അവരുടെ മനസ്സിനേറ്റ ആഘാതത്തോടൊപ്പം നിൽക്കാം. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ശരി, ഉറ്റവരും ഉടയവരും കൺമുമ്പിൽ മുങ്ങിപ്പിടയുന്നത് കണ്ടു നിന്ന മനുഷ്യരുടെ മനസ്സുകളിൽ നിന്നും അത് പോകത്തില്ല. മരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 4-ാം ദിവസമായ ഇന്നും ഒരു കുറവുമില്ല. തിരച്ചിൽ ഊർജിതമാണ്. ഇപ്പോഴിതാ ഉരുൾപൊട്ടലിൽ ദുരന്ത ഭൂമിയായി മാറിയ മുണ്ടക്കൈയില് 49 കുട്ടികളെ കാണാതാവുകയോ മരിക്കുകയോ ചെയ്തു എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രദേശത്തെ 2 സ്കൂളുകൾ പൂർണ്ണമായും തകർന്നു. ഈ കാര്യങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നാണ് മന്ത്രി പറഞ്ഞത്. പഠനത്തിനുള്ള ഒരു പകര ക്രമീകരണങ്ങൾ മന്ത്രിതല ഉപസമിതിയുമായി ചർച്ച ചെയ്ത ശേഷം ആണ് ഇനിയും ഒരു തീരുമാനമുണ്ടാകുന്നത് എന്ന് മന്ത്രി വ്യക്തമാക്കി. കാരണം ആ കുരുന്നുകൾക്ക് വിദ്യാഭ്യാസം വേണം. ഉറ്റവരെയും ഉടയവരെയും നാടും വീടും കൂടുമൊക്കെ നഷ്ടപ്പെട്ടു എന്നത് നേര്. എന്നാൽ നിലവിൽ മുണ്ടക്കൈ മേഖലയിൽ സജീവ മനുഷ്യ സാന്നിധ്യം വളരെ കുറവാണ് എന്നാണ് കണ്ടെത്തൽ. മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിൽ തെർമൽ ഇമേജിംഗ് പരിശോധനയിലൂടെയാണ് മനുഷ്യ സാന്നിധ്യം വളരെ കുറവാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് ഒരുപാട് നൂതനമായ സംവിധാനങ്ങളുടെ നടുവിൽ നിൽക്കുന്ന നമുക്ക് ആരെങ്കിലും മണ്ണിനടിയിൽ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ കണ്ടെത്താൻ പറ്റുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ. ഇപ്പോ ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായ ആളുകൾക്കുള്ള തെരച്ചിൽ 4-ാം ദിവസം തുടരുമ്പോൾ 4 പേരെ ജീവനോടെ കണ്ടെത്തി എന്നത് ആശ്വാസകരമാണ്. ഈ 4 ദിവസം മരണത്തെ മുഖാമുഖം കണ്ടു കഴിഞ്ഞ നമ്മുടെ ആ സഹോദരങ്ങൾ ജീവനോടെ തിരിച്ചെത്തുമ്പോൾ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു എന്ന അടുത്ത ഹൃദയഭേദകമായ വാർത്തയായിരിക്കും അവരെ തേടിയെത്തുന്നത്. നമുക്കറിയാം, ഇതൊന്നും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ സാധിക്കുന്ന വസ്തുതകളല്ല. പടവെട്ടിക്കുന്നിൽ നടത്തിയ തെരച്ചിലിലാണ് വീട്ടിൽ ഒറ്റപ്പെട്ട നിലയിൽ 4 മനുഷ്യ ജന്മങ്ങളെ ജീവനോടുകൂടി തന്നെ കണ്ടെത്താൻ കഴിഞ്ഞത്. 2 സ്ത്രീകളെയും 2 പുരുഷന്മാരെയുമാണ് ഇന്നത്തെ തെരച്ചിലിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. കാഞ്ഞിരിക്കത്തോട്ട് ജോണി ജോമോൾ, ക്രിസ്റ്റി എബ്രഹാം എന്നിങ്ങനെ ഒരു കുടുംബത്തിലെ 4 പേരെയാണ് ജീവനോടെ കണ്ടെത്തിയത്. ഇവരെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ത്യൻ കരസേനയുടെ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കണ്ടെത്തിയവരിൽ ഒരു സ്ത്രീക്ക് കാലിന് പരിക്കുള്ളതായും സൈന്യം അറിയിച്ചിട്ടുണ്ട്. ബന്ധുവീട്ടിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത് എന്നാണ് വിവരം. ദുരന്തം നടന്ന് 3 ദിവസം കഴിഞ്ഞിട്ടും 240 ആളുകളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു. അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് ആർക്കും ഇനി ജീവൻ ഉണ്ടാകാൻ ഇടയില്ല എന്നതുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് പകരം ഇനി വേണ്ടത് മൃതദേഹങ്ങൾക്കായിട്ടുള്ള തെരച്ചിലാണ് എന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് 4 പേരെ ജീവനോടെ കണ്ടെത്തിയത്. കാണാമറയത്തുള്ള ആളുകളെ സംബന്ധിച്ച് ഒരു വിവരവുമില്ല. അവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. ദുരന്തത്തിൽ ജീവനോടെയുള്ള മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തിയെന്ന ഔദ്യോഗികമായ പ്രഖ്യാപനത്തെ പിന്തുടരുന്ന ചോദ്യം ഇനിയും കാണാമറയത്തുള്ളവർ എവിടെ എന്നതാണ്. കുട്ടികൾ ഉൾപ്പെടെ 29 കുട്ടികളെ കാണാനില്ല. അതുൾപ്പെടെ 240 ആളുകളെ കിട്ടാനുണ്ട് എന്നാണ് ഏകദേശ കണക്ക്.
49 കുട്ടികളെ കാണാനില്ല എന്ന് പറയുന്നു. ഒരു അധ്യാപിക തന്റെ കുട്ടികളിൽ 22 പേരെ കാണാനില്ല എന്ന് പറയുന്നു. ഇതൊക്കെ മനുഷ്യരാണ്. നമ്മളെപ്പോലെ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്ന മനുഷ്യർ. ഇതിലെ ശരീരഭാഗങ്ങളായി കിട്ടിയവർ ഉൾപ്പെടുമോ എന്നതിൽ DNA പരിശോധന വേണ്ടിവരുമെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിക്കുന്നത്. ദുരന്ത മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ മൊബൈൽ ഫോൺ നമ്പറുകൾ ശേഖരിച്ച് പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് സൈബർ സെൽ. ഇതനുസരിച്ച് ദുരന്ത സമയത്ത് ആളുകളുടെ അവസാന ലൊക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് തുടരുന്നത്. ദുരന്ത ഭൂമിക്ക് പുറത്താണ് ലൊക്കേഷൻ എങ്കിൽ അതിനനുസരിച്ച് പരിശോധന നീങ്ങും. ദുരന്ത ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടവരുമായും മരിച്ചവരുമായും ലിസ്റ്റ് ഒത്തുനോക്കും. അതിലും ഇല്ലെങ്കിൽ മണ്ണിനടിയിൽ അകപ്പെട്ടവരുടെ പട്ടികയിലേക്ക് ചേർക്കും. ഘട്ടം ഘട്ടമായി ഈ പരിശോധന ബന്ധപ്പെട്ടവർ തുടരുകയാണ്. അതേസമയം റേഷൻ കാർഡിലെ പേര് വിവരങ്ങൾക്കനുസരിച്ച് കണക്ക് തിട്ടപ്പെടുത്തുന്ന പ്രവൃത്തിയും പുരോഗമിക്കുന്നുണ്ട്. ക്യാമ്പിലുള്ളവരുടെ പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ച് കഴിയുന്നതോടെ ഒരു ഏകദേശ ചിത്രം വ്യക്തമാകും. 2019 പുത്തുമല ഉരുൾപൊട്ടലിലും ഇതുപോലുള്ള കണക്കെടുപ്പുകൾ നടത്തിയിരുന്നു. അന്നും ഞൊടിയിടയിലാണ് ഒരു ഗ്രാമം മുഴുവനും ഒലിച്ചുപോയത്. 100ഓളം കുടുംബങ്ങൾക്ക് എല്ലാം അന്നും നഷ്ടപ്പെട്ടിരുന്നു. 3 ആഴ്ച നീണ്ട തെരച്ചിലിൽ കണ്ടെടുത്ത 12 മൃതദേഹങ്ങൾ 5 പേരെ കണ്ടെത്താനായിട്ടില്ല. കുടുംബാംഗങ്ങളുടെ സമ്മതപ്രകാരം ഇവർ മരിച്ചതായി കണക്കാക്കി അവർക്ക് വേണ്ടുന്ന സർക്കാർ ആനുകൂല്യങ്ങൾ നൽകിയിരുന്നു. അതിലും ഏറെ ഭയാനകമാണ് പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിലെ അവസ്ഥ. കാണാതായ ആളുകളെ തേടി എല്ലാ വിധത്തിലും പരിശോധന നടക്കുന്നുണ്ട്. കണക്കുകൾ അന്തിമമായി തിട്ടപ്പെടുത്തുമ്പോൾ ഓരോ കുടുംബത്തിന്റെയും അംഗസംഖ്യ വ്യക്തമാകുമെന്നാണ് കരുതപ്പെടുന്നത്. കഴിവിന്റെ പരമാവധി കാണാതായ ആളുകളെ കണ്ടെത്താൻ ശ്രമിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഒരു നാട് മുഴുവനും ഒലിച്ചുപോയ സ്വപ്നമാണോ ഇത്, അതോ ഏതെങ്കിലും സിനിമയാണോ നാടകമാണോ എന്ന് പോലും അറിയാതെ മനുഷ്യർ തേങ്ങുകയാണ്. ഏതാണ്ട് മരണം 300 കഴിഞ്ഞിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. 1700ഓളം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. ഇന്നലെ നടത്തിയ തെരച്ചിലിൽ 40 മൃതദേഹങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇന്ന് ദുരന്ത മേഖലയിൽ തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കുമെന്നാണ് നേരത്തെ ബന്ധപ്പെട്ടവർ അറിയിച്ചിരുന്നത്. 6 സോണുകളിലായി തെരച്ചിലാണ്. പരിശോധന തുടരുകയാണ്. ബെയിലി പാലത്തിലൂടെ യന്ത്രങ്ങളും ആംബുലൻസുകളും എത്തിക്കുന്നുണ്ട്. ചാലിയാർ പുഴയുടെ 40 കിലോമീറ്റർ പരിധിയിലും തെരച്ചിൽ നടക്കുന്നുണ്ട്. മഹാദുരന്ത ഭൂമിയായി മാറിയ വയനാട്ടിൽ നിന്നും ആശ്വാസ വാർത്തയെന്ന് പറയാൻ രക്ഷാപ്രവർത്തനത്തിന്റെ 4ാം ദിവസം സൈന്യത്തിന്റെ തെരച്ചിലിൽ 4 മനുഷ്യരെ ജീവനോടെ കണ്ടെത്താൻ സാധിച്ചു. രക്ഷപ്പെടുത്താൻ സൈന്യവും ഉണ്ടായിരുന്നു. അത് വലിയ ഒരു ആശ്വാസകരമായ വാർത്തയാണ്. വാഴക്കാട് മാവൂർ പോലീസിന്റെ നേതൃത്വത്തിൽ ചാലിയാർ പുഴയിൽ പരിശോധന തുടരുകയാണ്. പന്തീരങ്കാവ്, ബേപ്പൂർ മേഖലകളിൽ കോസ്റ്റ് ഗാർഡിന്റെ സഹായത്തോടെയും പരിശോധന നടക്കുകയാണ്. മുക്കത്ത് ഡ്രോൺ ഉപയോഗിച്ചും പരിശോധനകൾ കേമമായി തുടരുന്നുണ്ട്. പുഴയോരത്തെ പൊന്തക്കാടുകളിൽ അടക്കമാണ് ഇന്നത്തെ തെരച്ചിൽ നടത്തുന്നത്. ഇന്നലെ മൃതദേഹം കണ്ടെത്തിയ എളമരം മണന്തലക്കടവിൽ 3 ബോട്ടുകളിൽ സേനാ അംഗങ്ങൾ തെരച്ചിൽ നടത്തുന്നുണ്ട്. താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ തിരുവമ്പാടി, കോടഞ്ചേരിയിലും ബോട്ടിലും പരിശോധന തുടരുകയാണ്. വയനാട്ടിൽ ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിന്ന് ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലിൽ 4 മൃതദേഹങ്ങളും 3 ശരീരഭാഗങ്ങളും കണ്ടെടുത്തതായി മേപ്പാടി ആശുപത്രി അധികൃതർ അറിയിക്കുന്നു. 2 മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും സൂക്ഷിച്ചിരിക്കുന്നത് നിലമ്പൂർ ആശുപത്രിയിൽ അടക്കം 2 മൃതദേഹങ്ങളുണ്ട്. 130 ശരീരഭാഗങ്ങളുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചു കഴിഞ്ഞു. 105 മൃതദേഹങ്ങൾ ഇതുവരെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 279 മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്തു. 206 പേരെ ഇപ്പോഴും കാണാനില്ല എന്നതിന്റെ പേരിൽ ബന്ധപ്പെട്ട ആളുകളിലേക്ക് തിരച്ചിൽ തുടരുകയാണ്. എത്ര പേരെയാണ് കൃത്യമായ രൂപത്തിൽ കാണാനില്ലാത്തത് എന്നതിനെ സംബന്ധിച്ച് വീണ്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്.
ഇപ്പോ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വാർത്തയനുസരിച്ച് ഒരു നാട് മുഴുവനും നടുങ്ങി നിൽക്കുന്ന ഈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വയനാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലഭിച്ച മൃതദേഹങ്ങളും ശരീര അവശിഷ്ടങ്ങളും ഉൾപ്പെടെ 143 ശരീരഭാഗങ്ങളാണ് വയനാട്ടിലേക്ക് കൊണ്ടുവന്നത്. മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള സൗകര്യത്തിനായി വയനാട്ടിൽ എത്തിക്കണമെന്ന് വ്യാഴാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ നടന്ന വയനാട് ചേർന്ന സർവകക്ഷി യോഗത്തിൽ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ നിന്ന് ഇതുവരെ 58 മൃതദേഹങ്ങളും 95 ശരീരഭാഗങ്ങളുമാണ് ലഭിച്ചിട്ടുള്ളത്. ആകെ 153 എണ്ണം, 32 പുരുഷന്മാരുടെയും 23 സ്ത്രീകളുടെയും 2 ആൺകുട്ടികളുടെയും 1 പെൺകുട്ടിയുടെയും മൃതദേഹങ്ങളാണ് ലഭിച്ചത്. ഇത് കൂടാതെ 95 ശരീരഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. വയനാട് ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരെ കണ്ടെത്താനായി ചാലിയാർ പുഴയുടെ എടവണ്ണ കടവുകളിലും വ്യാഴാഴ്ച തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ നടന്ന വയനാട്, മുണ്ടക്കൈ, ചൂരൽമല എന്നിവയോട് ഏറ്റവും അടുത്തുള്ള മലപ്പുറത്തെ പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിലെ കടവുകളിൽ നിന്നാണ് ആദ്യം മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നതെങ്കിൽ പിന്നീട് കിലോമീറ്ററുകൾ താഴെ വാഴക്കാട് നിന്നടക്കം മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ചാലിയാറിൽ നിന്ന് ലഭിച്ച എല്ലാ മൃതദേഹങ്ങളുടെയും ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് നടക്കുന്നത്. തെരച്ചിൽ തുടരുമ്പോൾ നിരവധി മൃതദേഹങ്ങൾ ഇന്നും കണ്ടെടുത്തിട്ടുണ്ട്. ദുരന്തമുണ്ടായ ദിവസം മുതൽ ചാലിയാർ പുഴയിൽ നിന്ന് നിരവധി മൃതദേഹങ്ങളാണ് രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തത്. മഴക്കെടുതി കാരണം ജില്ലയിൽ 66 ക്യാമ്പുകളിലായി 1280 കുടുംബങ്ങളിലെ 3475 പേരെ മാറ്റിപ്പാർപ്പിച്ചതായി ജില്ലാ കളക്ടർ VR വിനോദ് അറിയിച്ചു. ഏറനാട് താലൂക്കിൽ 12 ക്യാമ്പുകളിലായി 82 കുടുംബങ്ങളും തിരൂരിൽ 17 ക്യാമ്പുകളിലായി 448 കുടുംബങ്ങളുമാണുള്ളത്. തിരൂരങ്ങാടിയിൽ 13 ക്യാമ്പുകളിൽ 399 കുടുംബങ്ങളും പെരിന്തൽമണ്ണയിൽ 10 ക്യാമ്പുകളിൽ 52 കുടുംബങ്ങളുമാണ് നിലവിലുള്ളത് എന്നാണ് കളക്ടറുടെ റിപ്പോർട്ട്. പൊന്നാനിയിൽ 9 ക്യാമ്പുകളിൽ 187 കുടുംബങ്ങളാണുള്ളത്. നിലമ്പൂരിൽ 4 ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ 110 കുടുംബങ്ങളുണ്ട്. കൊണ്ടോട്ടി താലൂക്കിലുള്ള ഒരു ക്യാമ്പിൽ 2 കുടുംബങ്ങളാണ് കഴിയുന്നത്. ഏതാനും മണിക്കൂറുകളായി മഴ കുറവുള്ള സാഹചര്യത്തിൽ കൂടുതൽ പേരെ വീടുകളിലേക്ക് മാറ്റാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. ഇങ്ങനെ മരണസംഖ്യ വീണ്ടും ആശങ്കയിലെത്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വാർത്തകളൊന്നും ആശ്വാസകരമായതല്ല. ഇപ്പൊ നമുക്കറിയാം, 3.5 പതിറ്റാണ്ട് മുന്നേയുള്ള മുന്നറിയിപ്പാണ് ഭാവി തലമുറയോടുള്ളത്. നാം ഇനി എന്ത് ചെയ്യുമെന്നത്. നമ്മള് ഒരു പാട്ടുണ്ട്, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിൽ മലിനമായ പുഴകൾ. ഇതൊക്കെ നമ്മൾ പാടിപ്പോയിട്ടുണ്ടെങ്കിലും ഒരിക്കലും നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ സ്പർശിച്ചിട്ടില്ല. 1984 ജൂൺ ജൂലൈ മാസങ്ങളിൽ വയനാട് ജില്ലയിൽ ഉണ്ടായ ഒരു ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 26 ആയിരുന്നു. മുണ്ടക്കൈ, തകരപ്പാടി, അരണിമലയിലായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ രേഖപ്പെടുത്തിയത്. അന്നത്തെ ഉരുൾപൊട്ടലിൽ കരിമറ്റം എസ്റ്റേറ്റ് ബംഗ്ലാവ് അടക്കം ഒലിച്ചുപോയിരുന്നു. ഉരുൾപൊട്ടലിൽ കാണാതായ മകന്റെ അറ്റുപോയ കാൽപാദവും പൊതിഞ്ഞു പിടിച്ചു പോകുന്ന ഒരു അമ്മയുടെ ചിത്രം ഈ നാടിനെ വലിയ നോവിലേക്ക് തള്ളിവിട്ടു. ഉരുൾപൊട്ടലിൽ മരിച്ച മുള്ളൻ പന്നിയുടെ ജഡം പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടു പോകുന്ന ചിത്രം പത്രങ്ങളിൽ വന്നത് വലിയ വിവാദത്തിന് തിരികൊളുത്തി. അരണിപ്പുഴ ഗതിമാറി ഒഴുകി. ഉരുൾപൊട്ടിയ സ്ഥലത്തേക്ക് വലിയ തോതിൽ ജനപ്രവാഹമുണ്ടായി. മുണ്ടക്കൈയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിന് പിന്നാലെ, അതായത് 1984 ജൂലൈയിൽ കേരള ശബ്ദത്തിൽ ശ്രീധരൻ നമ്പിയാർ എന്ന വ്യക്തി തയ്യാറാക്കിയ റിപ്പോർട്ടും ചിത്രങ്ങളും ഒക്കെ വൈറലായിരുന്നു അന്ന്. വീണ്ടും 2 വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം 1986 മാർച്ച് 6-ാം തീയതി
അതേപോലെ തന്നെ കൗമുദി പത്രത്തിന്റെ കോഴിക്കോട് എഡിഷനിൽ ഒരു ലേഖനം ഇതേ വിഷയത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇന്നേക്ക് കൃത്യം 38 വർഷം മുമ്പ് എഴുതിയ ആ ലേഖനത്തിൽ പറഞ്ഞത് ഒരേ ഒരു കാര്യമായിരുന്നു: മുണ്ടക്കൈയിൽ വീണ്ടും ഒരു ഉരുൾപൊട്ടാം, അന്ന് ദുരന്തം അതിഭീകരമായിരിക്കും. ആ ലേഖനം എഴുതിയത് തിരുവനന്തപുരം സ്വദേശിയും അന്ന് കൽപ്പറ്റ ഗവൺമെന്റ് കോളേജിലെ മലയാളം അധ്യാപകനുമായ ആർ ഗോപിനാഥനായിരുന്നു. വീണ്ടും 40 വർഷങ്ങൾക്കിപ്പുറം ആ ലേഖനം ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പങ്കുവയ്ക്കപ്പെടുന്നു. ദുരന്തകാലത്ത് മലയാളി വീണ്ടും മുന്നറിയിപ്പുകളെ ഓർത്ത് നെടുവീർപ്പുകൾ മാത്രം ബാക്കിയാക്കുന്നു. 1984 വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ചത്ത മുള്ളൻ പന്നിയുടെ മൃതശരീരം പോലീസുകാർ ജീപ്പിൽ കയറ്റുന്നു. ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറായിരുന്ന ജയചന്ദ്രൻ മാതൃഭൂമി പത്രത്തിന്റെ വയനാട് ലേഖകനായിരുന്ന കാലത്താണ് ഉരുൾപൊട്ടിയതും ആ ചിത്രം എടുക്കാൻ തന്റെ ഫോട്ടോഗ്രാഫറോട് ആവശ്യപ്പെടുന്നതും. ചിത്രം മാതൃഭൂമിയിൽ അച്ചടിച്ചു വന്നു. ഒപ്പം മുള്ളൻപന്നി കഥ സവിസ്തരം അടിച്ചു വന്നു. പിറ്റേന്ന് അദ്ദേഹത്തിന്റെ സ്റ്റോറി വിവാദമായി. അത് പോലീസിന് നാണക്കേടുണ്ടാക്കി എന്നതാണ് കാരണം. ഇങ്ങനെ 1984 വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചുപോയ മകന്റെ തെറിച്ചുപോയ കാലും പൊതിഞ്ഞുകൊണ്ട് പോകുന്ന ഒരമ്മ എന്ന അടിക്കുറിപ്പോടുകൂടിയായിരുന്നു ഒരു ലേഖനം പ്രസിദ്ധപ്പെടുത്തിയത്. കൽപ്പറ്റയിൽ നിന്നും 24 കിലോമീറ്റർ തെക്ക് കിഴക്കായി കിടക്കുന്ന മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, നെല്ലിമുണ്ട, കണ്ണാടി, ചുളക്ക, കാശ്മീർ, നീലിക്കാപ്പ് എന്നീ പ്രദേശങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും പ്രസക്തിയും വിശദമായി ആ ലേഖനത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. മലമുകളിലേക്കുള്ള വഴി വെട്ടിത്തെളിച്ച് പ്രശ്നത്തിന്റെ ഗൗരവം ചോരാതെ തന്നെ അന്നെഴുതിയ ലേഖനം ഇന്നും ആ ലേഖനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്റെ ഉള്ളം കയ്യിലെന്ന വണ്ണം വളരെ വ്യക്തമായി തന്നെ ആർ ഗോപിനാഥൻ മാഷ് നമ്മോട് സംസാരിക്കും. താൻ നടന്നു കയറിയ വഴികൾ, ചെന്ന് കയറിയ വീടുകൾ, ആറ്റിൽ നിന്നും കോരി കുടിച്ച തെളിനീര്, ശിഷ്യരും അവരുടെ കുടുംബങ്ങളും നാട്ടുകാരും ഇന്ന് ദുരന്തമുഖത്താണ് എന്നത് ഈ റിട്ടയർമെന്റ് ജീവിതത്തിൽ അദ്ദേഹത്തിന് വലിയ വേദനയായി അവശേഷിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ രേഖപ്പെടുത്തൽ. മുണ്ടക്കൈ, നീലമല, ചൂരൽമല, സെന്റിനൽ റോക്ക് എന്നിവയുടെ പ്രത്യേകതകളും പാരിസ്ഥിതിക പ്രാധാന്യവും എടുത്തു പറഞ്ഞായിരുന്നു ആ ലേഖനത്തിന്റെ അവസാനം. പക്ഷേ പിന്നാലെ വന്ന തലമുറ ഭാവി തലമുറയുടെ സുരക്ഷ കണക്കിലെടുത്തതേയില്ല. റിസോർട്ടുകളും അനധികൃതമായ ക്വാറികളും വയനാടൻ വനമേഖലയിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും തുറക്കപ്പെട്ടു. ഒടുവിൽ 40 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്റെ റിട്ടയർമെന്റ് ജീവിതം നയിക്കുന്ന ആ പഴയ മലയാളം അധ്യാപകൻ ഉള്ളുലഞ്ഞ നൊമ്പരത്തോടെ പറയുന്നത് മറ്റൊന്നുമല്ല, വയനാടിന്റെ തെക്ക് കിഴക്കൻ മേഖലയിലെ ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള പീഠഭൂമിക്ക് സമാനമായ ആ പ്രദേശങ്ങളുടെ തന്ത്രപ്രധാനമായ നിലനിൽപ്പിനെ കുറിച്ച് തന്നെയാണ്. പലപ്പോഴും മുൻകഴിഞ്ഞ ആളുകൾ ഭാവി തലമുറയോട് പറഞ്ഞു വെച്ച പല വിഷയങ്ങളും കെട്ടുകഥകളായി, അതല്ലെങ്കിൽ ഒരു തമാശയായി മാത്രമേ യുവതലമുറ കേട്ടിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇനി വരുന്ന തലമുറ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കും എന്നത് നമ്മൾ പറഞ്ഞത്. ഈ സമയത്ത് മിലിറ്ററി എത്താൻ വൈകിയെന്നോ സൈന്യത്തിന്റെ നടപടികൾ മോശമെന്നോ വാഹനങ്ങൾ കയറ്റിവിടുന്നില്ല എന്നോ ഒക്കെയുള്ള ചെറിയ ചെറിയ കുറ്റപ്പെടുത്തലുകൾക്ക് തൽക്കാലം നമുക്ക് വിട പറയാം. ഇപ്പൊ ഈ ദുരന്തത്തിൽ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നു. മരിച്ചവരുടെ എണ്ണം 310 കടന്നു എന്നാണ് അനൗദ്യോഗികമായ കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. ദുരന്തബാധിത മേഖലയിൽ തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. മേഖല 6 സോണുകളിലായി തിരിച്ച് 40 ടീമുകളാണ് ഇന്ന് തെരച്ചിലിനിറങ്ങിയത്. അട്ടമലയും ആറന്മലയും ചേർന്നാണ് ആദ്യത്തെ സോൺ. മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, വെള്ളാർമല, വില്ലേജ് റോഡ്, GVHSS,
വെള്ളാർമല, അതുപോലെ വ്യത്യസ്തമായ സോണുകൾ തിരിച്ച് കോസ്റ്റ് ഗാർഡ്, നേവി, MEG ഉൾപ്പെടെയുള്ള സംയുക്തമായ സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. ഓരോ ടീമിലും 3 നാട്ടുകാരും 1 വനം വകുപ്പ് ജീവനക്കാരുമുണ്ട്. ചാലിയാറിലൂടെ നിന്ന് മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും ഒഴുകി വരുന്നത് തുടരുന്നത് കൊണ്ട് ഇവിടെ ഇന്നും തെരച്ചിൽ ഊർജിതമാണ്. ഒരേ സമയം 3 രീതിയിലാണ് ചാലിയാറിൽ തിരച്ചിൽ പുരോഗമിക്കുന്നത്. 40 കിലോമീറ്റർ ചാലിയാറിന്റെ പരിധിയിൽ വരുന്ന 8 പോലീസ് സ്റ്റേഷന്റെ പുഴഭാഗങ്ങളിൽ പോലീസും നീന്തൽ വിദഗ്ധരായ നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തുന്നുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചും ഹെലികോപ്റ്റർ ഉപയോഗിച്ചും സമാന്തരമായി മറ്റൊരു രീതിയിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇത് കൂടുതലും വനമേഖല കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. ഇതോടൊപ്പം കോസ്റ്റ് ഗാർഡും നേവിയും വനം വകുപ്പും ചേർന്ന് പുഴയുടെ അരികുകളും മൃതദേഹങ്ങൾ താങ്ങാൻ സാധ്യതയുള്ള ഇടങ്ങളും കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുകയാണ്. ഇന്ന് രാവിലെയും ചാലിയാറിൽ നിന്ന് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ ദുരന്ത ഭൂമിയിലേക്ക് സംവിധാനങ്ങൾ എത്തുന്നത് വേഗത്തിലായിട്ടുണ്ട്. തെരച്ചിലിന് വേണ്ടത്ര JCB, ഹിറ്റാച്ചി, കട്ടിംഗ് മെഷീൻ എന്നിവ ഉറപ്പാക്കിയിട്ടുമുണ്ട്. കൂടുതൽ സംവിധാനങ്ങൾ ആവശ്യമാണെങ്കിൽ ഉടൻ എത്തിച്ചു നൽകുമെന്ന് സംസ്ഥാന സർക്കാർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. 25 ആംബുലൻസ് ബെയിലി പാലം കടന്ന് മുണ്ടക്കൈയിലേക്ക് ഒരു ദിവസം കടത്തിവിടും. മണ്ണിൽ പുതഞ്ഞ മൃതശരീരങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടി ഡ്രോൺ പരിശോധന നടത്തും. ഇതിനായി ഡൽഹിയിൽ നിന്നും ഡ്രോൺ ബേസ്ഡ് റഡാർ ശനിയാഴ്ച എത്തുമെന്നാണ് അറിയുന്നത്. നിലവിൽ 6 നായകളാണ് തെരച്ചിലിൽ സഹായിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ 4 കടാവർ നായകൾ കൂടി രക്ഷാദൗത്യത്തിന്റെ ഭാഗമാകുന്നുണ്ട്. മേപ്പാടി ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച 9 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 578 കുടുംബങ്ങളിലെ 2328 പേരെ മാറ്റിയിട്ടുണ്ട്. മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കോട്ടനാട് ഗവൺമെന്റ് സ്കൂൾ, മേപ്പാടി സെന്റ് ജോസഫ് UP സ്കൂൾ, നെല്ലിമുണ്ട അമ്പലം ഹാള്, കാപ്പുംകൊല്ലി ആരോമ ഇൻ, മേപ്പാടി മൗണ്ട് ടാബോർ സ്കൂൾ, മേപ്പാടി സെന്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂൾ, തൃക്കൈപ്പറ്റ ഗവൺമെന്റ് ഹൈസ്കൂൾ, മേപ്പാടി GLP സ്കൂളുകളിലാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. 859 പുരുഷന്മാരും 903 സ്ത്രീകളും 564 കുട്ടികളും 2 ഗർഭിണികളുമാണ് ക്യാമ്പുകളിലുള്ളത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യമായിട്ടുള്ള അവശ്യ വസ്തുക്കൾ ബന്ധപ്പെട്ട വകുപ്പുകൾ ഉറപ്പാക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം. റേഷൻ കടകളിലും സപ്ലൈകോ വിൽപ്പനശാലകളിലും ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. എല്ലാ രൂപത്തിലും ജനങ്ങൾ മനുഷ്യരുടെ ജീവനു വേണ്ടി നെട്ടോട്ടമോടുകയാണ്, എന്തിനും തയ്യാറാവുകയാണ്. ഇന്ന് നമ്മുടെ വേണ്ടപ്പെട്ടവർക്കാണെങ്കിൽ നാളെ നമുക്ക്. തീർച്ചയായിട്ടും മനുഷ്യൻ പരസ്പരം സഹായിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകേണ്ടവരാണ്. കേരളത്തിന്റെ മലയാളിക്കര ഒന്നുകൂടി ലോക ജനങ്ങൾക്ക് മുമ്പിൽ സാക്ഷിയാകുകയാണ്. തന്റെ സഹോദരങ്ങൾക്കൊരാപത്ത് വന്നാൽ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് നിർത്തും എന്ന ഒരു വലിയ സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്, ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതെ, നമ്മൾ അങ്ങനെയാണ്. മലയാളി പൊളിയാണ് എന്ന് പറയുന്നത് വെറും വാക്കല്ല. ഈ സാഹചര്യത്തിൽ ഈ ദുരിതബാധിതരെ സഹായിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൈകോർക്കുക തന്നെ വേണം. രാഹുലിന്റെ വയനാട് സന്ദർശനത്തെ വിമർശിച്ചിരിക്കുകയാണ് ഇപ്പോൾ BJP. രാഹുൽ വയനാട് യാത്രയും ഫോട്ടോ എടുക്കാനുള്ള അവസരവുമാക്കി എന്നാണ് അമിത് മാളവിക പറഞ്ഞത്. മുതലക്കണ്ണീർ ഒഴുക്കിയത് കൊണ്ട് ദുരിതബാധിതർക്ക് സഹായകമാവില്ല, ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് കുഴിച്ചു മൂടിയത് UPA സർക്കാരാണ് എന്നും അവർ പറഞ്ഞു വെക്കുന്നു. മേപ്പാടിയിലെ അടക്കം പ്രകൃതിക്കെതിരായ പ്രവർത്തനങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്നതിൽ പോലും രാഹുൽ പരാജയപ്പെട്ടു എന്നും ആരോപണം ഉയരുകയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലെത്തി വിവിധ ഇടങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. മുണ്ടക്കൈ ഫോറസ്റ്റ് ഓഫീസും രണ്ടുപേരും സന്ദർശിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെ അവലോകന യോഗത്തിന് ശേഷം മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളുമായും
രാഹുലും പ്രിയങ്കയും കൂടിക്കാഴ്ച നടത്തിയെന്നറിയുന്നു. വളരെ നല്ലത്. പക്ഷേ ഈ സാഹചര്യത്തിൽ മുതലക്കണ്ണീർ ഒഴുക്കിയത് കൊണ്ടല്ല കാര്യം. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് നമുക്ക് ചെയ്യാൻ കഴിയണം. വയനാട് ദുരന്തത്തിൽ സർക്കാരിനും രക്ഷാദൗത്യത്തിനും നമ്മൾ ഏറെ നന്ദി പറയണം. അതുപോലെ ജീവൻ പണയം വെച്ച് പ്രവർത്തിക്കുന്ന സകലമാന മനുഷ്യരും, അവരിൽ ഇന്ത്യൻ ആർമിയെ പ്രത്യേകം എടുത്തു പറയണം. കാരണം ഓരോ കയറിൽ തൂങ്ങി അവരുടെ ജീവൻ തന്നെ ബലിയർപ്പിച്ചുകൊണ്ടാണ് സഹജീവിയുടെ ജീവനു വേണ്ടി അവരിറങ്ങുന്നത്. പുനരധിവാസത്തിനുൾപ്പെടെയുള്ള ശാശ്വതമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. വയനാട് ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ മുറിവുണക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നാടിനെ നടുക്കിയ വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വയനാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉറ്റവരും ഉടയവരും നോക്കി നിൽക്കുന്നത് തന്റെ വേണ്ടപ്പെട്ടവരുടെ ശരീരഭാഗങ്ങളിലേക്ക് മാത്രമാണ്. ഒരിക്കലും അവർക്കത് താങ്ങാൻ സാധിക്കില്ല. മലപ്പുറം ജില്ലയിലെ ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങളും ഉൾപ്പെടെ 143 ശരീരഭാഗങ്ങളാണ് വയനാട്ടിലേക്ക് കൊണ്ടുവന്നത്. ഉറ്റവർക്കും ഉടയവർക്കും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആ വേദനയിൽ നിന്നും ഒരു മുക്തിയുണ്ടാകില്ല എന്നത് നേര്. മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള സൗകര്യത്തിന് വേണ്ടി വയനാട്ടിൽ എത്തിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രത്യേകമായ ആവശ്യത്തെ തുടർന്നാണ്. അത് നല്ലത് തന്നെയാണ്. കാരണം അവർക്ക് വേണ്ടപ്പെട്ടവരെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടാകുമല്ലോ എന്നതിൽ വളരെ സന്തോഷമുണ്ട്. വയനാട് ദുരന്തം പോസ്റ്റ്മോർട്ടത്തിന് ഒരുപാട് സങ്കേതങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. അതിനേറെ ആരാധനാലയങ്ങളും അതുപോലെ പഠന കേന്ദ്രങ്ങളും ഒക്കെ ഒരുങ്ങി എന്നത് വളരെ സൗകര്യമാണ്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനു വേണ്ടി കൂടുതൽ സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. നിലവിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സ്ഥലത്തിന് പുറമെ ചുളിക്ക മദ്രസ ഹാളും വിട്ടു നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ആവശ്യകത അനുസരിച്ച് ഇവിടെയും പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടികൾ ആരംഭിക്കുന്നുണ്ട്. നിലമ്പൂർ ആശുപത്രിയിൽ എത്തിക്കുന്ന മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായി അധിക സജ്ജീകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതിന് ദേശീയ അന്തർദേശീയ ഗൈഡ് ലൈൻ പ്രകാരം മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നും ആരോഗ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ അറിയിക്കുന്നു. തിങ്കളാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് വയനാട് മലപ്പുറം അതിർത്തി പ്രദേശമായ മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്ത് നാടിനെ നടുക്കിയ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. 300-ലധികം ആളുകൾ മരണപ്പെട്ടതായിട്ടാണ് അനൌദ്യോഗിക കണക്കുകൾ പുറത്തു വരുന്നത്. 179 മൃതദേഹങ്ങളും 100 ശരീരഭാഗങ്ങളും ഉൾപ്പെടെ വ്യാഴാഴ്ച പകല് 1:30 വരെ 279 പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തായിരുന്നാലും കിടന്നുറങ്ങിയപ്പോൾ ഒരിക്കലും ആരും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. പക്ഷേ വയനാട് വിഷയം പാർലമെന്റിൽ ഉന്നയിക്കണം. ആരൊക്കെ പരാജയപ്പെട്ടാലും ശരി, ആ വിഷയത്തിൽ നമ്മളിപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തേണ്ടുന്ന സമയമല്ല. ഈ സാഹചര്യത്തിൽ സ്വന്തം ജീവൻ മറന്ന് ഉരുൾപൊട്ടൽ ഉണ്ടായ ആദ്യ നിമിഷം തന്നെ ആളുകളെ രക്ഷിക്കാൻ ഇറങ്ങിയ ആളുകളുണ്ട്. അതിൽ എടുത്തു പറയേണ്ടുന്ന ഒരുപാട് വ്യക്തികളുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ വൈറലായ ചില വ്യക്തികളുണ്ട്. പ്രജീഷ്, അദ്ദേഹം ജീപ്പുമായി ഇറങ്ങി നിരവധി ആളുകളെ രക്ഷിച്ചു. ആദ്യ 2 തവണ അദ്ദേഹം പ്രതീക്ഷയോടുകൂടി മല കയറി വന്നു ആളുകളുമായി. അവരെയൊക്കെ സുരക്ഷിതമായ സ്ഥലത്തേക്കാക്കി. പിന്നെയും ആളുകൾ മലയുടെ മുകളിൽ സഹായം കാത്ത് പരിഭ്രമിച്ച് ജീവന് വേണ്ടി കേണ് നിലവിളിക്കുന്നു. അവരെ തനിച്ചാക്കി മനസ്സമാധാനത്തോടെ പിന്തിരിഞ്ഞു വരാൻ ഒരുപക്ഷെ പ്രജീഷിന്റെ ഉള്ളിലുള്ള മനസ്സാക്ഷി അവനെ അനുവദിച്ചിട്ടുണ്ടാകില്ല. രക്ഷാപ്രവർത്തനത്തിനു വേണ്ടി 3ാമതും മലയുടെ മുകളിലേക്ക് പോകുമ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞു വേണ്ട. സുഹൃത്തുക്കളോട് അയാൾ പറഞ്ഞു, മലയുടെ മുകളിൽ നിരവധി മനുഷ്യ ജീവനുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. വാസുവേട്ട, എന്നെ തടയരുത്, ഞാൻ എന്തായാലും പോകും. അങ്ങനെ പ്രജീഷ് 3ാമതും ജീപ്പുമായി മല കയറി. ആളുകളെ ജീപ്പിൽ കയറ്റി. ചൂരൽമല പാലത്തിനടുത്ത് എത്താൻ കഴിഞ്ഞില്ല. തിരിച്ചു വരുമ്പോൾ ആ ജീപ്പ് അടക്കം മണ്ണും വെള്ളവും കൊണ്ടുപോയി. ഇന്ന് പ്രജീഷ് ഈ ലോകത്തില്ല. ചില മനുഷ്യർ അങ്ങനെയാണ്. ദുരന്ത പ്രദേശങ്ങളിൽ തങ്ങളുടെ ആരുമല്ലെങ്കിൽ പോലും തങ്ങളുടെ ആരോ ആണത്. തൻ്റെ ജീവനേക്കാളേറെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത
ആ അപരന്റെ ജീവന് ഒരുപാട് പ്രാധാന്യം കാണും. ഒടുവിൽ അവരൊരു യാത്ര പോലും പറയാതെ, നമ്മുടെ ഒരു നന്ദി പോലും ആഗ്രഹിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകും. നിലവിലെ കണക്കുകൾ പ്രകാരം 107 മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞത്. 105 മൃതദേഹങ്ങൾ നടപടി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. 96 പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. ഇന്നലെ നടത്തിയ തെരച്ചിലിൽ 40 മൃതദേഹങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച മുണ്ടക്കയിൽ ഇന്ത്യൻ ആർമി നിർമ്മിച്ച ബെയിലി പാലത്തിലൂടെ പുഴ കടന്ന് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കും. 40 ടീമുകൾ 6 സോണുകളിലായി പരിശോധന നടത്തുന്നുണ്ട്. അട്ടമലയും ആറന്മലയും ചേർന്ന പ്രദേശമാണ് ഒരു സോൺ. അങ്ങനെ ഓരോരോ ഭാഗങ്ങളിലായി സൈന്യവും രക്ഷാപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ബെയിലി പാലത്തിലൂടെ യന്ത്രങ്ങൾ എത്തുന്നു, ആംബുലൻസുകൾ എത്തുന്നു. ചാലിയാർ പുഴയുടെ 40 കിലോമീറ്റർ പരിധിയിലും തെരച്ചിൽ നടക്കുന്നുണ്ട്. വയനാട്ടിലെ 91 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 9238 ആളുകളാണ് കഴിയുന്നത് എന്നറിയുന്നു. മേപ്പാടിയിൽ മാത്രമായി 9 ക്യാമ്പുകൾ. ഈ ക്യാമ്പുകളിൽ 2328 പേരാണ് കഴിയുന്നത്. വീണ്ടും ചൂരൽമലയിൽ ഇന്ന് രാവിലെ ശക്തമായ മഴ തുടരുകയാണ്. 316നും 318നും ഇടയ്ക്കാണ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനിയും മരണസംഖ്യ ഏറാനാണ് സാധ്യതയെന്നാണ് അറിയുന്നത്. അവരുടെ ബന്ധുക്കൾക്ക്, വേണ്ടപ്പെട്ടവർക്ക് സമാധാനിക്കാൻ സാധിക്കട്ടെ എന്നല്ലാതെ നമുക്ക് ഈ സാഹചര്യത്തിൽ ഒന്നും പറയാനില്ല. ദുരന്തം വരുന്ന സമയത്ത് പിരിവിന് വേണ്ടി ഇറങ്ങുന്ന മുഖ്യമന്ത്രിയും വിമർശനങ്ങളിൽ നിറയുകയാണ്. ജന്മഭൂമിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ദുരന്തത്തെ പിരിവിന് വേണ്ടിയുള്ള ഉപാധിയാക്കി ഉപയോഗിച്ചത് 2018 പ്രളയകാലത്താണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന നൽകിയവരുടെ പട്ടിക വായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദൈനംദിന പത്രസമ്മേളനത്തിലെ പ്രധാന ഇനമായിരുന്നു എന്ന് പറഞ്ഞു വയ്ക്കുന്നു. മുഖ്യമന്ത്രി വായിച്ച പട്ടിക പ്രകാരം 10,000-ലധികം കോടി സംഭാവന വന്നു. പക്ഷേ ഔദ്യോഗിക അക്കൗണ്ടിൽ എത്തിയത് 4,970 കോടി മാത്രമാണ്. ബാക്കി പണം എവിടെയെന്ന ചോദ്യം ജന്മഭൂമി ബാക്കിയാക്കുന്നു. കിട്ടിയ പണത്തിന്റെ വിശദാംശങ്ങൾ നിയമസഭയിലും വിവരാവകാശ നിയമപ്രകാരവും പലതവണ ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ല എന്ന ആരോപണം ഉയരുന്നു. കിട്ടിയ പണം ദുരിതാശ്വാസത്തിനല്ലാതെ ചെലവിട്ടതും വിവാദമായി. MLA-യുടെ കുടുംബത്തിന്റെ കടം വീട്ടാനും പാർട്ടി നേതാവിന്റെ കുടുംബത്തെ സഹായിക്കാനും ഒക്കെ പണം നൽകി. സർക്കാരിന്റെ ഇഷ്ടജനങ്ങൾക്ക് ആവോളം കൈയിട്ടുവാരാൻ പാകത്തിൽ ഖജനാവ് തുറന്നു വയ്ക്കുകയും ചെയ്തു. എറണാകുളം കാക്കനാട്ടെ CPM നേതാവും ഭാര്യയും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലക്ഷങ്ങൾ വാരിയെടുത്തതിനെ തുടർന്ന് കേസിലും അറസ്റ്റിലുമായി. അറിയപ്പെടാത്ത ഒട്ടേറെ സംഭവങ്ങൾ വേറെയും ഉണ്ടായി എന്ന് ജന്മഭൂമി റിപ്പോർട്ട്. ഇത്തരം പരാന്ന ഭോജികൾക്ക് സ്വൈരവിഹാരം നടത്താൻ നാടിന്റെ പണം സർക്കാർ വാരിയെറിഞ്ഞു കൊടുത്തു. പ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയ 97 പേർ തങ്ങളുടെ സംഖ്യ തിരിച്ചു ചോദിക്കുന്ന സാഹചര്യവും വന്നു. ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ 55.18 ലക്ഷം രൂപ എന്തുകൊണ്ടാണ് മടക്കി നൽകേണ്ടി വന്നത് എന്നും ജന്മഭൂമി ചോദിക്കുന്നു. ദുരന്തമുഖത്ത് സത്വരമായ രക്ഷാപ്രവർത്തനമാണ് മുഖ്യമെന്നിരിക്കെ ദുരന്തം ഉണ്ടായി 24 മണിക്കൂറിനകം വയനാടിന്റെ പേരിൽ പണപ്പിരിവ് ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രിയുടെ നടപടിയെ മുൻകാല അനുഭവത്തിൽ സംശയത്തോടെ മാത്രമേ ജനം കാണൂ എന്നും ജന്മഭൂമി ലേഖനം പറഞ്ഞു വെക്കുന്നു. പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ തുകയിൽ 250 കോടിയോളം 6 വർഷത്തിന് ശേഷവും ചെലവിട്ടിട്ടില്ല. കോവിഡ് കാലത്ത് പിരിവിന് മുഖ്യമന്ത്രി പിരിവ് നടത്തിയിരുന്നു. 1131 കോടി രൂപ കിട്ടി. ചെലവഴിച്ചത് 1058 കോടി. പുരകത്തുമ്പോൾ വാഴ വെട്ടുന്നവർ എന്നതുപോലെ ദുരന്തം വരുമ്പോൾ പിരിവിനിറങ്ങുന്ന പിണറായി എന്ന പേര് പറയണം എന്ന് പറഞ്ഞിട്ടാണ് ജന്മഭൂമിയുടെ ലേഖനം അവസാനിക്കുന്നത്. ഇതിനിടയിൽ സുരേഷ് ഗോപി എവിടെ എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ധനസഹായം നൽകാൻ ഇനിയും സമയമായിട്ടില്ല എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ അറിയിപ്പ് വന്നു. കേരളം സഹായം ആവശ്യപ്പെടട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത് വ്യക്തമാക്കിയത്. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും
അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണമെന്നും പാർലമെന്റിൽ പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ദുരന്തത്തെക്കുറിച്ച് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത്. എന്നാൽ ദുരന്തമുണ്ടായ പ്രദേശത്ത് ഒരിക്കൽ പോലും റെഡ് അലേർട്ട് നൽകിയിരുന്നില്ല. ദുരന്തമുണ്ടായതിനു ശേഷമാണ് റെഡ് അലേർട്ട് നൽകിയത് എന്നും മറുപടി വന്നു. ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മുടെ ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ ദുരന്ത ഭൂമിയായി മാറുന്നത് എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. നമ്മളെ ഒരിക്കലും ദുരന്തം വിട്ടുമാറുന്നേയില്ല. ഈ സാഹചര്യത്തിൽ മലയാളികളാണ് ഈ ദുരന്തത്തിൽ ഒരുമിച്ച് കൈകോർത്ത് പിടിക്കുന്നത്. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ താല്പര്യമില്ല എന്ന് ബിഗ് ബോസ് താരം അഖിൽ മാരാർ പറഞ്ഞു. പണം കൊടുക്കില്ല, പകരം ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് നൽകാം. അവരാവശ്യപ്പെടുന്ന സ്ഥലത്ത് തന്നെ വീടൊരുക്കാൻ തയ്യാറാണെന്നും അഖിൽ പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താൻ നൽകുന്ന സഹായങ്ങളുടെ സ്ക്രീൻഷോട്ടുകളും അഖിൽ മാരാർ പങ്കിട്ടിട്ടുണ്ട്. സൈബർ സഖാക്കൾ കാരണമാണ് താൻ ഇപ്പോൾ ഇത് ചെയ്തത് എന്ന് അഖിൽ മാരാർ ഫേസ്ബുക്കിൽ കുറിച്ചു. അഖിൽ മാരാറുടെ കുറിപ്പ് വൈറലാകുകയാണ്. പാർട്ടിയെ മുച്ചൂടും മുടിച്ച സൈബർ അന്തംഗമ്മികൾക്ക് ഒരു ചലഞ്ച്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ എനിക്ക് താല്പര്യമില്ല, പകരം 3 വീടുകൾ വെച്ച് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. അത് എൻ്റെ നാട്ടിലെന്ന് പറഞ്ഞത് വസ്തു വിട്ടു നൽകാൻ എൻ്റെ ഒരു സുഹൃത്ത് തയ്യാറായതുകൊണ്ടും വീട് നിർമ്മാണത്തിന് ആവശ്യം വരുന്ന സാമഗ്രികൾ പലരും സഹായിക്കാമെന്ന് ഉറപ്പു നൽകിയതും അതോടൊപ്പം വീടുകൾ നിർമ്മിക്കാൻ എൻ്റെ സുഹൃത്തിന്റെ കൺസ്ട്രക്ഷൻ കമ്പനി തയ്യാറായതുകൊണ്ടും അതോടൊപ്പം പ്രകൃതിക്ഷോഭങ്ങൾക്ക് താരതമ്യേന കുറവായതുകൊണ്ടുമാണ്. സഖാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് വയനാട്ടിൽ ഈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വീട് വെച്ചു കൊടുക്കാം. അവർ ആഗ്രഹിക്കുന്ന സ്ഥലം എനിക്കറിയാത്തതുകൊണ്ടും ഒരാൾ എവിടെ താമസിക്കണം എന്നത് അവരുടെ ഇഷ്ടമായതുകൊണ്ടും സ്ഥലം ലഭ്യമാക്കി ബന്ധപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങൾ വീട് നിർമ്മിച്ചു നൽകാം. ഞാൻ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം പങ്കുവച്ചു. അർഹതപ്പെട്ട മനുഷ്യരെ സഹായിക്കുക എന്നതാണ് എൻ്റെ താല്പര്യം. നാളിതുവരെ ഒരാളെ സഹായിക്കുന്നത് മറ്റൊരാളോട് പറഞ്ഞു നടക്കുന്ന ശീലം എനിക്കില്ല. എൻ്റെ കർമ്മമാണ് എൻ്റെ നേട്ടം. ഈശ്വരൻ മാത്രം അറിഞ്ഞാൽ മതി. സഖാക്കളുടെ കുത്തിക്കഴപ്പ് കാണുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. പ്രളയവും ഉരുൾപൊട്ടലും പോലെ വാർത്തകളിൽ നിറയുന്ന ദുരന്തങ്ങളല്ലാതെ ജീവിക്കാൻ മാർഗമില്ലാതെ അലയുന്ന എത്രയോ മനുഷ്യരുണ്ട്. അത്തരം മനുഷ്യരിൽ അർഹതയുണ്ട് എന്ന് തോന്നി. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ മാത്രം ഞാൻ നൽകിയ ചില സഹായങ്ങൾ സഖാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ 4 ദിവസങ്ങൾക്കുള്ളിൽ അയച്ചതാണ്. അതുകൊണ്ടാണ് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിഞ്ഞത്. ഇതുപോലെ നേരിൽ കൊടുക്കുന്നതുമല്ലാതെയും ആരെയും ഒന്നും ബോധിപ്പിച്ച് ഞാൻ ജീവിക്കാറില്ല. ചില നാറിയ സഖാക്കൾ കാരണമാണ് ഈ പോസ്റ്റ് ഇടാൻ കാരണമായത് എന്ന് പറഞ്ഞ് അദ്ദേഹം ചെയ്ത സഹായത്തിന്റെ ചില പോസ്റ്റുകളും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കിറ്റക് സാബു പറഞ്ഞു വെക്കുന്നത് ഒരിക്കലും ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രിയുടേത് സുതാര്യമല്ല എന്ന രൂപത്തിൽ തന്നെയാണ്. പല ആളുകളും ഈ സാഹചര്യത്തിൽ ആ വിഷയം എടുത്തു വിമർശിക്കാൻ കാരണവും ഒരു പക്ഷേ അത് തന്നെയായിരിക്കും. അവർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെയായിരിക്കും. കിറ്റക് സാബുവിന്റെ ചില വിഷയം വൈറലായിട്ടുണ്ട്, ചില പ്രതികരണങ്ങൾ. അദ്ദേഹം ഇന്ത്യൻ പൗരനാണ്, പ്രതികരിക്കാൻ അദ്ദേഹത്തിനും അവകാശമുണ്ട്. പലരും ഇവിടെ വന്ന് ചീത്ത വിളിക്കുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന സംസ്ഥാന ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ എന്ത് അഴിമതി നടത്തിയാൽ വിളിക്കുന്നു, എനിക്ക് പിരിവ് തരണേ എന്ന് പറയുന്നു. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക്. അവിടെ ആരോട് കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഇഷ്ടമുള്ള എടുത്ത് കൊടുക്കാം. ഇതൊക്കെ തന്നെയാണ് ഇതിന് മുമ്പിലുള്ള പിരിവുകളൊക്കെ നടന്നിരിക്കുന്നത്. അത് സത്യസന്ധതയുണ്ട് അല്ലെങ്കിൽ അതിനോട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴല്ല അതിനെ ആലോചിക്കുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന മതിയാണ് ഇതിപ്പോ ഇന്നലത്തെ ആ ഒരു അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ഇതിനു മുമ്പുള്ള ദുരിതാശ്വാസ ഫണ്ടുകളൊന്നും വേണ്ട രീതിയിൽ വിനിയോഗിച്ചിട്ടില്ല. ആ നിലയ്ക്ക് നമ്മുടെ ജനങ്ങളെ ഇതിനെതിരെ ഒരു അവയർനെസ് കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് കരുതുന്നുണ്ടോ? അല്ല, അതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഞാനും പ്രതികരിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നേരായ രീതിയിലാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന ദുരിതാശ്വാസ ഫണ്ടിലേക്കാണ് പണം കൊണ്ടുവരേണ്ടത്. അത് ഇപ്പോഴല്ല കൊണ്ടുവരേണ്ടത്. അത് വളരെ വ്യക്തമായിട്ട് ഈ നിയമം ഉണ്ടാക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാ സംസ്ഥാനങ്ങളും
ഇതിനു വേണ്ടിയിട്ട് ഒരു ഫണ്ട് സ്വരൂപിക്കണമെന്നും അങ്ങനെ ഒരു ദുരിതം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ വരുന്ന സമയത്ത് അതിനുവേണ്ടി ഉപയോഗിക്കാന്നുള്ളതാണ്. ഇപ്പൊ ഇദ്ദേഹം എന്താ പറയുന്നത്, എന്റെ ദുരിതാശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. അതെന്തിനാ? അതൊരു തട്ടിപ്പല്ലേ അത് ചെയ്യാൻ പാടില്ലല്ലോ. അതും അവിടെ എത്ര ആളുകൾ ശ്വാസം കിട്ടാതെ ഇപ്പോഴും രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഇത് തന്നെ അങ്ങനെ ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതല്ല ആവശ്യം, അവിടെ കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുകയാണ് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പണം പിരിച്ച് ഒരു അവസരം നോക്കി പണം പിരിച്ച് തട്ടിപ്പ് നടത്താനായിട്ടുള്ള ശ്രമം ശരിയല്ലാതെ ആരായാലും. അതാണല്ലോ എല്ലാവരും ഇപ്പൊ പ്രതികരിച്ചിരിക്കുന്നത്. ഇടയ്ക്കൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പാണ്. ഈ ദുരിതാശ്വാസ നിധിയിൽ എത്രയോ കോടികൾ അർഹരായവർക്ക് കൊടുക്കാതെ അങ്ങനെ കിടക്കുന്നുണ്ട്. ഒരു വിവരാവകാശ റിപ്പോർട്ട് പ്രകാരം വായിച്ചതാണ്. അപ്പൊ അത്തരത്തിൽ കിടക്കുന്ന ഫണ്ട് പോലും ഇവിടെ ഉപയോഗിക്കാതെ അദ്ദേഹത്തിന്റെ ഈ ഒരു ലക്ഷ്യം കാശ് തട്ടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയല്ലേ, വ്യക്തമല്ലേ? അല്ല, ഇപ്പോ ഞാൻ പ്രത്യേകിച്ച് ഈ കാര്യത്തില് പറയേണ്ട കാര്യങ്ങളില്ല. നമുക്ക് ഇതിനെപ്പറ്റി ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ നമ്മുടെ പ്രളയമായിട്ട് ബന്ധപ്പെട്ടിട്ടായാലും ശരി, കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടായാലും ശരി, ഇതെല്ലാം ഈ പറയുന്ന മാതിരി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്കല്ല പിരിക്കേണ്ടത്. ആ ഫണ്ട് നേരായിട്ട വഴി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന സംസ്ഥാന ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ എന്ത് അഴിമതി നടത്തിയാലും അത് കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം ഏജീസിന്റെ ഓഡിറ്റിന് വിധേയമാണത്. അത് സംസ്ഥാന ഡിസാസ്റ്റർ ഫണ്ടായാലും ശരി, ദേശീയ ഡിസാസ്റ്റർ ഫണ്ടായാലും ശരി, അത് ഏജീസിന്റെ ഓഡിറ്റ്. അപ്പൊ അതിനെ മറികടക്കാനായിട്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓഡിറ്റിന് വിധേയമല്ല. അങ്ങർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് എടുത്തു കൊടുക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും ദുർവിനിയോഗം ചെയ്യാം, ആർക്കും അതിനെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ അധികാരമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ദുരിതാശ്വാസം അത് ഓഡിറ്റിന് വിധേയമല്ല. ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഇഷ്ടമുള്ള ആളുകൾക്ക് അത് പൈസ കൊടുക്കാം. അപ്പോ അത് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള തട്ടിപ്പ്. ഇത് സത്യസന്ധമായിട്ടാണെങ്കിൽ ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ പറയുന്ന നിയമങ്ങൾക്കനുസരിച്ച് സംസ്ഥാന ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിലേക്കാണ് പണം കൊണ്ടുവരേണ്ടത്. അത് ഇപ്പോഴല്ല കൊണ്ടുവരേണ്ടത്, അത് മുൻകൂട്ടി കണ്ട് അതിന് പണം ഉണ്ടാക്കി വെച്ചിരിക്കണം. ആ പണമാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കേണ്ടത്. പബ്ലിക് പ്രതികരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, മുൻകാല അനുഭവങ്ങൾ വെച്ചിട്ടാണ്. പ്രളയ ഫണ്ട് ഒരാൾക്ക് തന്നെ പലവട്ടം കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് പത്രത്തിൽ നമ്മൾ കണ്ടു. പ്രളയ ഫണ്ട് കോടിക്കണക്കിന് പണവുമായി പല പാർട്ടി പ്രവർത്തകരും ഭാര്യമാരും ഒക്കെ മുങ്ങിയ വാർത്തകൾ നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് ജനങ്ങൾ അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് പണം തരാൻ മടിക്കുന്നത്. ഇത് തുറന്നു പറയുന്ന ആളുകളെ കേസിൽ കുടുക്കിയത് കൊണ്ടോ അവരെ കേസ് എന്ന ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തിയത് കൊണ്ടോ ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മൾ ആദ്യം പ്രവർത്തിക്കുക. പ്രവൃത്തിയിലാണല്ലോ ഇന്നത്തെ നമ്മുടെ വിശ്വാസം. നന്ദി. നല്ല തെറിവിളിയാ. ഒരു കോട്ടിട്ട കാക്കായ്ക്ക് മുല കാണിച്ചു തരുമോ ചേച്ചിന്ന്? ഇവൻ ഉമ്മായെ വിടുവോ? ഇവന്റെ സഹോദരിയെ വിടുവോ? ഇവന് മോളുണ്ടെങ്കിൽ മോളെ വിടുവോ? ഒരു കോട്ടിട്ടവനാണ്. ഞാൻ അവന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഞാനൊരു പോസ്റ്റ് ഇടും. കാരണം ഈ ദുരന്ത ഭൂമിയിലും ഇവന് മുലകൾ കാണലാണ് ലക്ഷ്യമെങ്കിൽ ഇവൻ 72 കോടികളെ കിട്ടുന്ന കാര്യം ജനങ്ങളൊന്ന് അറിയണ്ടേ? ഇത് തന്നെയാണ് ഇനി ആകെയുള്ള ഒരേ ഒരു പ്ലാൻ. അപ്പോൾ നന്ദി.